ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുകൃപയാൽ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ പരിശുദ്ധ ദൈവം ഒരുക്കി തരുന്ന സന്തോഷമുള്ള ഈ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വചനം വായിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം ദൈവസന്നിധിയിലിരുന്ന് സന്തോഷത്തോടെ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ദൈവസന്നിധിയിൽ വായിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊരിന്തി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഏതൊക്കെയോ കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഈ ദിവസേനയുള്ള സന്ദേശത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആലോചനയായി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്നൊരു ഭാഗം നാം ഒരുമിച്ച് ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കൊരിന്ത്യരോട് പറയുന്നത് വെളിപ്പാടുകളെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വെളിപ്പാട്, അദ്ദേഹം അനുഭവിച്ച ഒരു ആത്മീക അനുഭവം കൊരിന്ത്യ സഭക്കാരുമായി പങ്കുവയ്ക്കുന്നു. എന്താണത്? 3-ാം സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു എന്നതാണ് വിഷയം. ഇതൊക്കെ ഒരു അമാനുഷികമായ കാര്യമാണ്, അത്ഭുതമാണ്. പൗലോസിൻ്റെ ജീവിതം തന്നെ ഏതൊരു വിശ്വാസിക്കും ഏതൊരു സുവിശേഷകനും ഒരു ചലഞ്ചാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യന് ആത്മീകതയിൽ എത്രത്തോളം എത്തിപ്പറ്റാൻ പറ്റും? അതിനർത്ഥം പൗലോസാണ് ലോകത്തിലുള്ളതിൽ ആത്മീകത്തിൻ്റെ ആത്യന്തിക ലെവൽ എന്നൊന്നും അല്ലേ പറയുന്നത്. പക്ഷേ പൗലോസ് അനുഭവിച്ചതുപോലത്തെ ആത്മീക അനുഭവങ്ങൾ ഈ ലോകത്തിൽ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അത്രയ്ക്ക് ആത്മീക അനുഭവങ്ങൾ ഈ ജഡത്തിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച മനുഷ്യനാണ് ധന്യനായ പൗലോസ്. അദ്ദേഹം അത് ആഗ്രഹിച്ചു, കൊതിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ അനുഭവിച്ചറിയണം, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയണം. ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പം അങ്ങനെ ആഗ്രഹിച്ച മനുഷ്യർക്കാണ് വാസ്തവത്തിൽ ആത്മീകത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്താൻ ദൈവം അനുവദിച്ചത്. ഒരാഗ്രഹവും ഇല്ലാതെ വെറുതെ പ്രാർത്ഥിക്കണേ 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 എന്ന് മാത്രം പറയാൻ അറിയാവുന്ന ആത്മീകർ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം ആത്മീക അനുഭവങ്ങൾ എന്നതൊന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മ പ്രവൃത്തിയുണ്ട്, സ്വർഗമുണ്ട്, ദൈവപ്രവൃത്തികളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ അഭിഷേകവും അഭിഷേകത്തിൻ്റെ ശക്തിയും ഒക്കെ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ പറ്റും. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കാൻ പറ്റും. ദൈവവചനത്തിൻ്റെ ബലം അനുഭവിക്കാൻ പറ്റും എന്നതൊക്കെ ഈ പുസ്തകം സാക്ഷീകരിക്കുമ്പോൾ അതൊന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കണം ദൈവമക്കളെ. ആഗ്രഹിക്കുന്നവർക്കാണ് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത്. പൗലോസിൻ്റെ ക്വാളിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എനിക്ക് ആത്മീകം പ്രസംഗിച്ച് നടക്കണമെന്നല്ല, എനിക്ക് ആത്മീകം പഠിക്കണമെന്നല്ല, കാണുന്നവരോടെല്ലാം സംശയം ചോദിച്ച് അങ്ങ് ജീവിതം തീർക്കണമെന്നല്ല. എനിക്ക് ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം, ആത്മീക ജീവിതം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ക്വാളിറ്റി അത്. ഞാൻ നിങ്ങളോടും പറയുന്നു, വേദപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാതെ, എനിക്ക് ബന്ധനമുണ്ടോ കെട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് നടക്കാതെ, എനിക്ക് എൻ്റെ ദൈവത്തെയും ദൈവാത്മാവിനേക്കും ഒന്ന് അനുഭവിക്കണമെന്ന് പറയുകയല്ലെന്നേ, അത് ആഗ്രഹിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവം ഈ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ അവസരം തരുന്നത്. അതവിടെ നിൽക്കട്ടെ.
ഇന്നത് വായിച്ചത് എന്തിനാണെന്നറിയാമോ? ഇവിടെ പൗലോസ് പറയുന്നു, എനിക്ക് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ പറയുന്നത്. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ശരിയായ രൂപം. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇവിടെ പറയുന്ന ഈ ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, പൗലോസിനെക്കുറിച്ച് തന്നെയായി പറയുന്നത്. എന്ന് മാത്രമല്ല, ക്രിസ്തുവിനുള്ളൊരു മനുഷ്യനെന്ന് പറയുന്നത് പൗലോസിൻ്റെ അകത്തെ മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. അകത്തെ മനുഷ്യൻ എന്നൊന്നുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അല്ലേ? അകത്തെ മനുഷ്യൻ എന്ന ഒരവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലൊക്കെ അതെഴുതിയിട്ടുണ്ട്. പുറത്തെ മനുഷ്യൻ ക്ഷീണിച്ചാലും അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടുന്നു. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി തെളിച്ച വാക്യം ഒന്ന് പറയാം. പൗലോസ പറഞ്ഞ എന്താ? ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്നത് പൗലോസിൻ്റെ അകത്തെ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രത്നച്ചുരുക്കം ഇതാ: ഞാൻ എൻ്റെ അകത്തെ മനുഷ്യനെ അറിയുന്നു. ഞാൻ എൻ്റെ അകത്തെ മനുഷ്യനെ അറിയുന്നു. ഞാൻ വാസ്തവത്തിൽ ഒന്ന് അമ്പരന്ന് പോയി ദൈവമക്കൾ ഇത് വായിച്ചപ്പോൾ, ഈ വിധത്തിൽ ചിന്തിച്ചപ്പോൾ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, നിനക്ക് നിൻ്റെ അകത്തെ മനുഷ്യനെ അറിയാമോ? ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ശാന്തമായി കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് ഈ കാര്യത്തിന് മറുപടി പറയണം ദൈവസന്നിധിയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ അറിയാമോ? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ തൂക്കം അറിയാം. ആഴ്ച പോയി തൂക്കി നോക്കും. കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, കുടവേറ് വന്നിട്ടുണ്ടോ, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ, തലമുടി വെളുത്തിട്ടുണ്ടോ? അയ്യോ, ഇതെല്ലാം കൃത്യമായി നമ്മൾ നോക്കും. BP കാലത്തും വൈകുന്നേരം ചെക്ക് ചെയ്യും. ചില വേണമെങ്കിൽ ഷുഗർ. പുറത്തെ മനുഷ്യൻ്റെ എല്ലാ ഇടപാടുകളും നമുക്കറിയാം. നമ്മുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ കാണാതെ പറയും. വെയിറ്റോ അതിനേക്കാൾ മുമ്പ് പറയും. ഡേറ്റ് ഓഫ് ബർത്തോ കാണാതെ അറിയാം. അയ്യോ, ഇതെല്ലാം പുറത്തെ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എന്തോരം പഠിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് നമുക്ക് പുറത്തെ മനുഷ്യനെക്കുറിച്ച് അറിയാം. ഇവിടെ മണ്ണിൽ അലിഞ്ഞ് തീരേണ്ടതാ. വെറും പുറം കൂട്, അതിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പക്ഷേ എൻ്റെ നിങ്ങളുടെയും അകത്തെ മനുഷ്യനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? പ്രിയരേ, അകത്തെ മനുഷ്യനെ അറിയണം. നിങ്ങൾക്കകത്തെ മനുഷ്യനുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ മനുഷ്യൻ്റെ ശക്തി ഏത്? ഈ അകത്തെ മനുഷ്യൻ്റെ. അവനവൻ്റെ കാര്യം ഈ പറയുന്ന കേട്ടോ. അതാണ് ആത്മീയം. ആ മനുഷ്യനാ സ്വർഗത്തിൽ പോകുന്നത് കേട്ടോ. ആ മനുഷ്യനാണ് ആത്മീകത്തിൻ്റെ ആക്കവും തൂക്കമൊക്കെ നിശ്ചയിക്കുന്നത്. ആ മനുഷ്യനാണ് നമ്മുടെ കരുത്ത്. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഉള്ളതാണ്. ആ അകത്തെ മനുഷ്യനെ നന്നായിട്ട് അറിയണം. പുറത്തെ മനുഷ്യന് വേണ്ടി മാത്രം നമ്മൾ ഈ പ്രാർത്ഥന മുഴുവൻ കഴിക്കരുതേ. പുറത്തെ മനുഷ്യന് വേണ്ടി മാത്രം നമ്മുടെ ഉപവാസം മുഴുവൻ ഈ പുറത്തെ മനുഷ്യന് വേണ്ടി മാത്രമാക്കരുത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. ഇവിടെ ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ ആ സന്ദർഭം, അവിടുത്തെ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ആ വാക്യത്തിൽ പറയുക, ആ അകത്തെ മനുഷ്യനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നുള്ളതിന് വേറൊരു ട്രാൻസ്ലേഷൻ അഭിമാനിക്കും എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക്, എനിക്ക് അകത്തെ മനുഷ്യനെക്കുറിച്ച് അഭിമാനമുണ്ടോ? അകത്തെ മനുഷ്യൻ്റെ കരുത്താണ് നമ്മുടെ ആത്മീകത്തിൻ്റെ കരുത്ത്. അതുണ്ടെങ്കിലേ ഈ ലോകത്തിൽ പൈശാചികവും സാത്താന്യമായ ശക്തികളെ ജയിക്കാൻ പറ്റുള്ളൂ. അതിനെ പോറ്റിപ്പുലർത്തിയെങ്കിലേ, ബലപ്പെടുത്തിയെങ്കിലേ, ശക്തീകരിക്കപ്പെട്ടു നിന്നെങ്കിലേ, ആ അകത്തെ മനുഷ്യനെ നന്നായി, അകത്തെ മനുഷ്യൻ്റെ പൾസ് അതറിഞ്ഞെങ്കിലേ. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ പുറത്തെ മനുഷ്യനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ ഹാർട്ട് ബീറ്റ് വരെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തും. അകത്തെ മനുഷ്യനെക്കുറിച്ച് പരിഗണിക്കാതെ പോകരുത്. അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളെ തുഷ്ടം തൊടത്തില്ല.
പിശാച് തുടത്തിലെന്നേ. അതാണ് അകത്തെ മനുഷ്യൻ്റെ കരുത്താണേ ഈ ആത്മീകത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ ബലപ്പെട്ടിരുന്നെങ്കിലേ ഇരുട്ടിൻ്റെ ശക്തിയെ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുക. ഇന്നത്തെ സന്ദേശത്തിനകത്ത് കണ്ണീര് തുടയ്ക്കുന്നതോ വിടുവിക്കുന്നതോ കാശ് കിട്ടുന്നതോ വഴി തുറക്കുന്നതോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഓരോരുത്തരും മനസ്സിലാക്കണം, അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ അവനവൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാൻ? നാം അറിയണം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കരുത്ത്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ചോദിച്ചറിയണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അകത്തെ മനുഷ്യനെ നിങ്ങൾ അറിയാൻ തുടങ്ങിയാൽ നിങ്ങൾ അസാധാരണ മനുഷ്യനാവും, ആത്മീകനാവും. ആ മനുഷ്യനെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവപ്രസാദം ഏറ്റുവാങ്ങും. ഈ ദുഷ്ടലോകത്തിൽ നിങ്ങളൊരു ജയാളിയാകും കേട്ടോ. അകത്തെ മനുഷ്യനെ മറന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും കൊലവെട്ടിയിട്ട് വളവിടുക എന്ന് പറയില്ലേ, അതുപോലെ ആകത്തുള്ളൂ. അകത്തെ മനുഷ്യനെ നമുക്ക് ആരോഗ്യവാനാക്കാം, അകത്തെ മനുഷ്യനെക്കുറിച്ച് അഭിമാനിക്കാം. അത് നമുക്ക് പഠിക്കാം, ഗ്രഹിക്കാം, തുടരാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പൗലോസി പറഞ്ഞ വാക്കുവെച്ച് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ സ്വർഗത്തിൽ പോകേണ്ടവൻ, ആ മനുഷ്യനെക്കുറിച്ച് ഞങ്ങളെല്ലാവരും അറിയട്ടെ അപ്പ. അറിഞ്ഞതിലും അപ്പുറം അറിയട്ടെ. എങ്ങനെ ഇനി അത് അറിയണ്ടെന്നൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുമായിട്ട് എന്നെ കേൾക്കുന്നവർക്ക് നല്ല ബന്ധം കൊടുക്കണമേ. അങ്ങനെ അകത്തെ മനുഷ്യനെക്കുറിച്ച് പ്രശംസിക്കത്തക്ക രീതിയിൽ അറിയട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.